ഗുഡ് മോർണിംഗ് ടു ഓൾ. ഭാരതത്തിലെ പ്രഥമ വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ ഇന്ന് ലോകമെമ്പാടും കൊള്ളുകയാണ്. അതിൽ പങ്കാളികളാകുന്നതിനും നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ആദ്യമായി ഏവർക്കും അൽഫോൻസാമ്മയുടെ തിരുനാൾ ആശംസകൾ. അതിനോടൊപ്പം ഞങ്ങളുടെ പ്രോഗ്രാമിലേക്ക് എല്ലാവരും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് എന്താണ് ഫീസ്റ്റ് സെലിബ്രേഷൻ? എന്ത് കൊണ്ടാണ് നമ്മൾ തിരുനാൾ ആഘോഷിക്കുന്നത്? അതിന്റെ പ്രധാനത്തെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. ക്രിസ്ത്യാനികളായ നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഓരോ വിശുദ്ധന്റെ ജീവിതം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഓരോരുത്തർക്കും ജനിക്കുന്നതിന് മുമ്പ് ഓരോ വിശുദ്ധനായി വഴികാട്ടിയായി തിരഞ്ഞെടുക്കുന്നു. ആ പുണ്യാത്മാവ് തന്റെ ജീവിത മാർഗത്തിലൂടെ നയിക്കുന്നതിനും മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കുന്നതിനും വിശുദ്ധന്റെ തിരുനാൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ജന്മദിനത്തേക്കാൾ പ്രാധാന്യം നൽകുന്നു എന്നും സഭാ മാതാവ് നമ്മെ പഠിപ്പിക്കുന്നു. അതിലുപരിയായി നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റു അഭിമാനമായ നിമിഷങ്ങളാണ് നമ്മുടെ ഭാരതത്തിലെ ആദ്യ വിശുദ്ധ. അതിലുപരിയായി നമ്മുടെ നാട്ടിൽ വളർന്ന് പങ്കുവച്ച് ഇന്ന് ലോകമെങ്ങും മടങ്ങുന്ന ആഘോഷങ്ങൾ പങ്കിടാനാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ആദ്യമായി ഈ ഇടവകയിലെ സൺഡേ സ്കൂളിലെ അൽഫോൻസ നാമധാരികൾക്കും എല്ലാ സിസ്റ്റേഴ്സിനെയും സ്റ്റേജിന് മുമ്പിലുള്ള കസേരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രധാനമായും നമ്മുടെ ഗ്രൂപ്പിലെ സ്റ്റുഡൻസ് കളക്ട് ചെയ്ത 1ാം ക്ലാസ് ഇഷാന ഉള്ളുകല്ലെ, ജുവാന പുതുപ്പറമ്പിൽ, 3ാം ക്ലാസ് പഠിക്കുന്ന അൽഫോൻസ മണിമുന്നിൽ, 6ാം ക്ലാസ്സിലെ അൽഫോൻസ മേലാട്ട് എന്നീ കുട്ടികളെയും സ്റ്റേജിന് മുന്നിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും സ്വാഗതം. അതിനോടൊപ്പം സ്റ്റേജിലേക്ക് ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ഹെഡ് മിസ്സസ് ബ്രദറിനെയും സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള നിമിഷം മുഴുവൻ എനിക്ക് കൂട്ടായി സപ്പോർട്ടായി ഒരാൾ കൂടിയുണ്ട്. എൻ്റെ കൂട്ടിയായി സ്വാഗതം ചെയ്യുന്നു. അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? പ്രിയപ്പെട്ടവരെ, ആ കൂട്ടുകാരെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. അൽഫോൻസാമ്മയുടെ ജീവിതത്തിലെ ചില സാംസ്കാരിക വേഷ സംവിധാനങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് പണ്ട് നമ്മുടെ പൂർവികരുടെ പ്രധാന വേഷ സംവിധാനമായിരുന്നു. ഈ വേഷ സംവിധാനം കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ധരിച്ചുകൊണ്ടിരുന്നത്. അത് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ 2 വേഷങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. 1 സന്യാസി വേഷം, 2 അൽഫോൻസാമ്മയുടെ ബാല്യകാല വേഷം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? ബാക്കി പരിപാടികളിലേക്ക് പോകണ്ടേ? ഏറ്റവും സ്നേഹമുള്ളവരെ, ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് വളരെയധികമായ സന്തോഷ നിമിഷങ്ങളിലൂടെയാണ്. മറ്റൊന്നുമല്ല, ഇന്ന് ഈ പ്രോഗ്രാം ചെയ്യുവാൻ അവസരം നൽകിയതിന് ദൈവത്തിനോട് നന്ദി പറയുന്നു. കാരണം ഇന്ന് ലോകമെങ്ങും ആഘോഷിക്കുകയാണ് നമ്മുടെ പ്രഥമ വിശുദ്ധയുടെ തിരുനാൾ. അതിലുപരി നമുക്ക് അഭിമാനാർഹമാണ് നൽകുന്നത് എന്ന് നമ്മുടെ ഈ ലോകത്ത് ജീവിച്ചു മരിച്ച് ഇന്ന് ഭൂലോകമെങ്ങും വിളിച്ചു പറയുകയാണ്. ഞാൻ കൂടുതൽ വിശദീകരിക്കാതെ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. എൻ്റെ കർത്തവ്യം എന്നത് ഇവിടെ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സ്വാഗതം
സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ബ്രദർ. നമ്മുടെ കൂടെ ഓരോ ചെറിയ കാര്യത്തിന് പോലും കൂടെ നിൽക്കുന്ന ബ്രദറിനെ സ്വാഗതം ചെയ്യുന്നു. ഇനി ഞാൻ സ്വാഗതം പറയുന്നത് നമ്മുടെ സൺഡേ സ്കൂളിലെ എല്ലാ അൽഫോൺസ നാമധാരികളെയും സിസ്റ്റേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു. ഇനി ഈ സൺഡേ സ്കൂളിൽ ഉള്ള എല്ലാ അധ്യാപകരെയും മറ്റു കുട്ടികളെയും പിന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മാതാപിതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രിയപ്പെട്ട മോസ്റ്റ് ഇമ്പോർട്ടന്റ് പേഴ്സൺ ആയ വികാരി അച്ഛൻ. അതെന്താണ് നീ ഇത്രയും ഊന്നി പറയുന്നേ? നിനക്കറിയാമോ, ഇന്നത്തെ ദിവസം ഇങ്ങനെ നമ്മൾ കൂടുവാൻ പ്രധാനമായ ചില കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഓ, നീ നമ്മുടെ പ്രോഗ്രാമിനെയാണ് ഉദ്ദേശിച്ചത്? അല്ല, പിന്നെ എന്താ? നമ്മുടെ നാട്ടിലെ ആദ്യ വിശുദ്ധയായ അൽഫോൻസാമയെ വിശുദ്ധയാക്കിയതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. നന്മയുടെ അൽഫോൻസാമ വിശുദ്ധയാണ് എന്ന റോമിലേക്ക് സ്ഥിരീകരിക്കപ്പെടുവാൻ തെളിവുകളും വിശദീകരണത്തിനും തുടങ്ങിയ പ്രധാനമായ ഒരു വലിയ പ്രോസസ്സിൽ കൂടിയാണ് ഈ കർമ്മത്തിന് ദൈവം വഴികാട്ടുകയും ഒരു കരം നമ്മുടെ അച്ഛനുണ്ട്. അതെ അതെ, ഞാനും കേട്ടിട്ടുണ്ട്. അച്ഛൻ ഭരണങ്ങാനത്ത് സ്പെഷ്യൽ ഓഫീസറായി ചുമതല ഉണ്ടായിരുന്നല്ലേ? അപ്പോൾ നീ പറ, നമ്മുടെ വികാരി അച്ഛനല്ലേ ഇന്നത്തെ ഹൈലൈറ്റ്. സോ വി ആർ വെൽക്കം അവർ ഫാദർ ടു വൺ സ്റ്റേജ് ഫോർ പ്രിയ ബഹുമാനപ്പെട്ട ഹെഡ് മിസ്റ്റേഴ്സ്, പ്രിയ നമ്മുടെ ബ്രദർ അലൻ മണ്ഡപത്തിൽ, പ്രിയ അധ്യാപകരെ, കുഞ്ഞഞ്ചന്മാരെ, അനുജിത്തിമാരെ, വളരെ സന്തോഷമുണ്ട് അൽഫോൻസാമയുടെ തിരുനാളിന് ഇവിടെ ഒന്നിച്ചു കൂടുവാനായി അവസരം ലഭിച്ചതിൽ. രണ്ടാം ഗ്രൂപ്പുകാര് വളരെ ദിവസം കഷ്ടപ്പെട്ട് അൽഫോൻസാമയുടെ തിരുനാൾ ആഘോഷം ഓടിയാക്കുവാനായിട്ട് പ്രയത്നിക്കുകയാണ്. പലതരത്തിലുള്ള കലാപരിപാടികൾ ഒരുങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ആകാംക്ഷയോടുകൂടി അത് കാണുവാനായിട്ട് കാത്തിരിക്കുകയാണ്. അൽഫോൻസാമയ്ക്ക് വേണ്ടി ത്യാഗമനുഷ്ഠിച്ചാൽ അത് അനുഗ്രഹമായി മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഭരണങ്ങാനത്ത് അൽഫോൻസാമയുടെ കബറിടത്തിന് അടുത്ത് പള്ളിയിലായും ഷൈനിലും ജോലി ചെയ്തപ്പോൾ എനിക്ക് അത് അനുഭവിച്ചറിയുവാനായിട്ട് പറ്റിയ കാര്യവുമാണ്. അൽഫോൻസാമയ്ക്ക് വേണ്ടി കഷ്ടപ്പാടുകൾ സഹിക്കുമ്പോൾ അതിന് ഇരട്ടിയായ പ്രതിഫലം പിന്നീട് ലഭിക്കുകയാണ്. പ്രതീക്ഷിക്കാത്ത പല നേട്ടങ്ങളും നമുക്ക് കൈവരികയാണ്. ആഗ്രഹിക്കാത്തത് പോലും പലതും ലഭിച്ച അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. നമ്മളിന്ന് അൽഫോൻസാമയുടെ തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് പല പരിപാടികളും മാറ്റിവെച്ച് ഇവിടെ ഒന്നിച്ചു കൊടുപ്പോൾ അൽഫോൻസാമയെ ഓർത്ത് അൽഫോൻസാമയുടെ മാധ്യസ്ഥം ഉപേക്ഷിച്ചൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് വലിയ അനുഗ്രഹമായി മാറും. ഇന്നത്തെ ഈ പ്രോഗ്രാമിന് വളരെയധികം ത്യാഗപ്രവർത്തനങ്ങളുണ്ട് എന്ന് അറിയാം. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രാക്ടീസായും പല പ്രോഗ്രാമുകളൊക്കെ തയ്യാറാക്കുകയും ഇതിന് പിന്നിൽ വളരെയധികം അധ്വാനമുണ്ട്. അധ്വാനിച്ച എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അൽഫോൻസാമ വഴിയായി ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അൽഫോൻസാമ ഭാരതത്തിലെ പ്രഥമ വിശുദ്ധയാണ്. അൽഫോൻസാമയെ കുറിച്ച് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാത്തതായ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണാതിരിക്കുകയില്ല. എല്ലാ ദിവസവും നമ്മൾ ഓർമ്മിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഭരണങ്ങാനത്തേക്ക് അനേകായിരങ്ങൾ ഓടി വരുന്നുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം അൽഫോൻസാമ വഴിയായിട്ട് ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്
നിരവധിയായ അനുഗ്രഹങ്ങൾ ലഭിച്ചതിന്റെ കാര്യം പറയുവാനായിട്ട് പണ്ടിങ്ങാനത്തായിരുന്നപ്പോൾ സമയമുണ്ടായിരുന്നുള്ളൂ. കാരണം ഓരോരുത്തരുടെ അനുഭവങ്ങൾ തെരുനിരയിൽ വന്ന് പറയുന്നതായിട്ട് കാണുവാനായിട്ട് ഇടയായിട്ടുണ്ട്. നമുക്ക് പലർക്കും അൽഫോൻസാമ്മയുടെ കബറിടത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് അനുഗ്രഹങ്ങൾ ലഭിച്ചതായിട്ട് സ്വയമായിട്ടും അനുഭവമുണ്ട്. അതുകൊണ്ടാണ് പട്ടാഞ്ഞാനത്തേക്ക് ഇത്രയധികം ആൾക്കാർ ഓടിക്കൂടുക. സഹിച്ച ഒരു വ്യക്തിയുടെ അടുത്തേക്ക് ധാരാളം ആൾക്കാർ ഓടിക്കൂടണമെങ്കിൽ സകലം മാത്രമാണ് ജീവിതത്തിൽ ലഭിക്കുന്നതെങ്കിൽ ആരും മുന്നോട്ട് പോവുകയില്ല. കാരണം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ആഗ്രഹം മാസികം സഹനം ഇല്ലാതാക്കി തീർക്കുവാനായിട്ട്, വേദനകൾ ഇല്ലാതായി തീർക്കുവാനായിട്ട്, കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ ഇല്ലാതാക്കി തീർക്കുവാനായിട്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കുക. എങ്കിലും അൽഫോൻസാമ്മയുടെ അടുത്തേക്ക് ധാരാളം ആൾക്കാർ ഓടിവരികയാണ്. അതിന് കാരണം സഹനങ്ങൾ അനുഭവിക്കുന്ന നിമിഷത്തിലും എന്തെന്നില്ലാത്ത സന്തോഷം അനുഭവിക്കുവാനായിട്ട് പറ്റുമെന്ന ഉറച്ച വിശ്വാസവും അനുഭവവുമാണ്. അൽഫോൻസാമ്മ സഹിച്ച് വിശുദ്ധയായി മാറി ദൈവത്തിന്റെ രക്ഷാകരത്വത്തിന്റെ ഭാഗമായി തീരുമാനിക്കാൻ അൽഫോൻസാമ്മയ്ക്ക് സാധിച്ചു. അതുപോലെ നമ്മുടെ ജീവിതത്തിലും സഹനങ്ങൾ രക്ഷകരമായി മാറും. അതിനൊന്നേ ചെയ്യേണ്ടതുള്ളൂ, അൽഫോൻസാമ്മ ചെയ്തതുപോലെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് കൊച്ചു കൊച്ചു ത്യാഗങ്ങളെയെല്ലാം അനുഭവിച്ച് അറിഞ്ഞ് സ്നേഹിക്കുക, കൊച്ചിനോടുകൂടെ സഹനത്തെ നേരിടുക, എല്ലാവരെയും ഉൾക്കൊള്ളുവാനായിട്ടും സ്നേഹിക്കുവാനായിട്ടുമുള്ള ഒരു വിശാല മനസ്സ് ഉണ്ടാവുക. അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അൽഫോൻസാമ്മയുടെ പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ അൽഫോൻസാമ്മ നാമധാരികൾക്ക് പ്രത്യേകം ആശംസകൾ അറിയിക്കുകയാണ്. അടുത്തതായി ഫീസ്റ്റിന്റെ ആശംസ നേടുന്ന എച്ചമിനെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട വികാരിയച്ഛ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ബ്രദർ, എൻ്റെ സഹപ്രവർത്തകരെ, സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, നമുക്കറിയാം നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് അൽഫോൻസാമ്മയുടെ തിരുനാളിനോടനുബന്ധിച്ച് നമ്മൾ പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്. ആ പരിപാടികൾ കാണുവാനും കുട്ടികളുടെ സ്വന്തം മക്കളുടെ കഴിവുകൾ നേരിൽ കണ്ട് അവരെ അഭിനന്ദിക്കാനും നിങ്ങളുടെ രക്ഷിതാക്കളും ഇവിടെ എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ എല്ലാവർക്കും അൽഫോൻസാമ്മയുടെ തിരുനാൾ മംഗളങ്ങൾ നേരുന്നു. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അൽഫോൻസാമ്മയുടെ സഹനത്തോട് ചേർത്ത് വെച്ച് ദൈവത്തിന് കാഴ്ചവെച്ച് നമുക്ക് വിശുദ്ധരാകാൻ വേണ്ടി പരിശ്രമിക്കാം. അതിനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ആ സഹനങ്ങളെ നമുക്ക് ദൈവം അത് സഹിക്കാനുള്ള കഴിവ് തരികയും ആ സഹനങ്ങൾ ഒരു നന്മയായിട്ട് മാറുകയും ചെയ്യും. അങ്ങനെ ആ ഒരു നല്ല കാര്യം നമുക്ക് ഈ അൽഫോൻസാമ്മയുടെ തിരുനാൾ ദിനത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കാമെന്ന് ചെറിയ ചെറിയ വാഗ്ദാനങ്ങളൊക്കെ നമ്മൾ അൽഫോൻസാമ്മയോട് പറയുക. എനിക്ക് അതിനുള്ള ഒരു ശക്തി തരണേ എന്ന് പ്രാർത്ഥിക്കുക. അതിനായിട്ട് നിങ്ങളെ എല്ലാവരെയും നിങ്ങൾക്ക് അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അടുത്തതായി ഫീസ്റ്റിന്റെ ആശംസകൾ നേരുന്നതിനായി ബ്രദറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വികാരിയച്ഛ, പ്രിയപ്പെട്ട ടീച്ചർ, മറ്റധ്യാപകരെ, മാതാപിതാക്കളെ, പ്രിയ കൂട്ടുകാരെ, അൽഫോൻസാമ്മയുടെ ജീവിതം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കുഞ്ഞുനാൾ മുതൽ അൽഫോൻസാമ്മയുടെ ഒരാഗ്രഹമായിരുന്നു, കുഞ്ഞുനാൾ മുതൽ അൽഫോൻസാമ്മയുടെ ഒരേ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഈശോയുടെ മണവാട്ടിയാവുക എന്നുള്ളതായിരുന്നു. അപ്പം കുഞ്ഞുനാളിന് തൊട്ടേ അൽഫോൻസാമ്മ ഈശോയുടെ മണവാട്ടിയാവുന്നത് പ്രതീക്ഷിച്ച് ഒരു കന്യാസ്ത്രീ വേഷത്തിൽ ആയിത്തീരുന്നത്, ഒരു മണത്തിലായിരിക്കുന്നതൊക്കെ സ്വപ്നം കണ്ട് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ അൽഫോൻസാമ്മ. അങ്ങനെ ഇരിക്കുകയാണ് അൽഫോൻസാമ്മയ്ക്ക് വീട്ടില് കല്യാണാലോചനകളൊക്കെ വന്നത്. അൽഫോൻസാമ്മയ്ക്ക് ആകെ വിഷമമായി. ഈശോയുടെ മണവാട്ടിയാവുക എന്നുള്ള ആഗ്രഹം ഇനി നടക്കത്തില്ലല്ലോ, കല്യാണാലോചനകളൊക്കെ പറ്റി ആലോചിക്കുന്നുണ്ടെന്നൊക്കെയുള്ള വിഷമത്തിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ അൽഫോൻസാമ്മയ്ക്ക് മനസ്സിലായ ഒരു കാര്യം, തന്റെ സൗന്ദര്യമാണ് തനിക്ക് ഈശോയുടെ മണവാട്ടിയാകുന്നതിൽ നിന്നും തന്നെ തടയുന്നത് എന്ന് മനസ്സിലാക്കിയ അൽഫോൻസാമ്മ എന്താ ചെയ്തത്? നമുക്കെല്ലാം അറിയാവുന്ന കാര്യമല്ലേ. അൽഫോൻസാമ്മ തന്റെ സൗന്ദര്യം കുറയ്ക്കാനായിട്ട് ശ്രമിച്ചു. എങ്ങനെയാണ് അൽഫോൻസാമ്മ തന്റെ സൗന്ദര്യം കുറയ്ക്കാൻ ശ്രമിച്ചത്?
ഭൂമി കത്തിക്കുന്ന തീരേക്ക് ചാടി തന്റെ സൗന്ദര്യം കുറയ്ക്കാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ മറ്റുള്ള കല്യാണങ്ങളിൽ നിന്നെല്ലാം മാറി ഈശോയുടെ മണവാട്ടിയാകാനുള്ള ആ ദൗത്യത്തിലേക്ക് നടന്നെടുക്കുകയായിരുന്നു അൽഫോൻസാമ്മ ചെയ്തത്. പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മളിന്ന് വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം നൽകി ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എന്ത് ത്യാഗം സഹിച്ചും ഈശോയെ സ്നേഹിക്കാൻ, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ നമ്മുടെ ജീവിതം മുഴുവൻ മറ്റുള്ള എന്തിനേക്കാളും ഉപരി ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെക്കുവാൻ ഉള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം നാമകീത തിരുനാൾ ആഘോഷിക്കുന്ന എല്ലാ അൽഫോൻസ നാമധാരികൾക്കും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. വിശുദ്ധ അൽഫോൻസാമ്മയെ പോലെ പുണ്യങ്ങളാൽ നിറഞ്ഞ, സുഹൃത്തുക്കളാൽ നിറഞ്ഞ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. അടുത്തതായി ഫീസ്റ്റിന്റെ ആശംസകൾ നേരുന്നതിനായി CML പ്രസിഡന്റായ നവീൻ പി സന്തോഷിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സൺഡേ സ്കൂളിലെ ടീച്ചേഴ്സ്മാർക്കും സിസ്റ്റേഴ്സിനും ഇവിടെ കൂടിയിരിക്കുന്ന കുട്ടികൾക്കും മാതാപിതാക്കൾക്കും വിശുദ്ധ ഭാരവാഹികൾക്കും വിശുദ്ധ ലീഡറായ ഞാൻ അൽഫോൻസാമ്മയുടെ പേരിൽ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഞങ്ങളുടെ ഗ്രൂപ്പിലെ പാട്ടുകാരെ സ്വാഗതം ചെയ്യുന്നു. ഗ്രൂപ്പ് സോങ്ങിനായി
അവിടുത്തോടുണ്ടായിരിക്കുവാൻ എനിക്ക് സാധിക്കണമെന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്. താങ്ക് യു. അടുത്തതായി ഫ്യൂഷൻ ഡാൻസുമായി കൂട്ടുകാർ എത്തുന്നു. നൂറാടുള്ളോരിടയനാടിനെ മേയ്ക്കാൻ പോയി തിരികെ വരും വഴിയും നിന്നെ കാണാതെയും പോയി. നൂറാടുള്ളോരിടയനാടിനെ മേയ്ക്കാൻ പോയി തിരികെ വരും വഴിയും
എടാ ടീച്ചർ ചോദിക്കും, നീ പഠിച്ചോ? കുറച്ച് പഠിച്ചടാ. നീയോ? എവിടെ? പുസ്തകം തുറന്നു നോക്കിയിട്ട് പോയില്ല. ഗെയിം കളിച്ച് സമയം പോയി. അയ്യോടാ, പഠിക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി. ഞാനേതായാലും പഠിച്ചിട്ടുണ്ട്. നീ അല്ലെങ്കിലും പഠിപ്പിയല്ലേ? ഞാൻ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ടീച്ചർ ചോദിക്കുമ്പോൾ ഞാൻ എല്ലാം മറന്നു. ആ ബാഗും തൂക്കി ഇങ്ങ് എത്തിയോ? എനിക്ക് സൗകര്യമുള്ളപ്പോൾ ഞാൻ വരും. അതിന് നിനക്കെന്നാ? ഓ, ഇന്ന് നല്ല മൂഡിലാണല്ലോ. ആണെങ്കിൽ നിനക്ക് എന്നാ വേണം? ആ, അപ്പൊ എനിക്ക് ബിരിയാണി മേടിച്ചേരണേ. ഇങ്ങ് വാടാ, ഞാൻ നിനക്ക് ബിരിയാണി മേടിച്ചു തരാം. ദേ ടീച്ചർ വരുന്നു. ഗുഡ് മോർണിംഗ്. എല്ലാവരും പഠിച്ചോണ്ടാണോ വന്നിരിക്കുന്നത്? നിജോ, സ്റ്റാൻഡപ്പ്. വെള്ളം എങ്ങനെയാ നീരാവിയാകുന്നത്? നാരങ്ങ നീര് വെള്ളത്തിൽ ഒഴിക്കുമ്പോൾ ആവി പോവും. ആ ആവിക്കാണ് നീരാവി എന്ന് പറയുന്നത്. Write that 100 times. Access stand up. വെള്ളം, നീരാവി, ഇങ്ങനെ. അയ്യോ, ഞാൻ മറന്നുപോയി. ബർട്ടി, അവിടെ എന്നാ പണിയാ? ടീച്ചറെ, ഇവൻ എന്നെ വന്നപ്പോൾ മുതൽ കുത്തുവും അടിക്കുകയൊക്കെയാ. എടാ, നിനക്ക് എന്നാ പറ്റിയടാ? ഒന്നുമില്ല. നീ വന്നപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അച്ഛൻ കുടിച്ചിട്ട് വന്നിട്ട് അമ്മയോട് ഭയങ്കര അടിയാ. എന്നെയും ഒത്തിരി ഉപദ്രവിക്കും. സാരമില്ലടാ, എൻ്റെ വീട്ടിലും ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. ഞാൻ ഈശോയുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ചൊക്കെയാണ് ഹാപ്പി ആയിട്ടിരിക്കുന്നത്. ഇന്ന് അൽഫോൻസാമ്മയുടെ തിരുനാളാ. വാ, നമുക്ക് അൽഫോൻസാമ്മയുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കാം. നീ വരില്ലേ? ആ, ഞാൻ വരാം. എന്നാ ഞാൻ ഒരുങ്ങി പെട്ടെന്ന് വരാം. അറിയില്ല ദൈവമേ എനിക്കെന്തു വേണമെന്ന്, അരുളുമോ ദൈവമേ ഞാൻ എന്തു വേണമെന്ന്. ഇഹലോകവാസം ഹിതകരമാക്കാൻ, പരലോകവാസം സുഖകരമാക്കാൻ, അരുളുമോ ദൈവമേ തെളിയുമോ നീ. അറിയില്ല ദൈവമേ എനിക്കെന്തു വേണമെന്ന്, അരുളുമോ ദൈവമേ ഞാൻ എന്തു വേണമെന്ന്. നിബിഡാന്ധകാരത്തിൻ ഉദയാർദ്രബിംബമായി, നിബിഡാന്ധകാരത്തിൻ ഉദയാർദ്രബിംബമായി, ചിറകടിച്ചുയരുന്ന
തിരുവചനം അരുളിയ ദൈവമേ എന്നന്തരാത്മാവിൽ തിരികൊളുത്താനിനി വൈകരുതേ. അരുളിയ ദൈവമേ എന്നന്തരാത്മാവിൽ തിരികൊളുത്താനിനി വൈകരുതേ. അറിയില്ല ദൈവമേ എനിക്കെന്ത് വേണമെന്ന്, അരുളുമോ ദൈവമേ ഞാൻ എന്ത് വേണമെന്ന്. ഇഹലോകവാസം ഹിതകരമാക്കാം, പരലോകവാസം സുഖകരമാക്കാൻ. അരുളുമോ ദൈവമേ തെളിയുമോ നീ. അറിയില്ല ദൈവമേ എനിക്കെന്ത് വേണമെന്ന്, അരുളുമോ ദൈവമേ ഞാൻ എന്ത് വേണമെന്ന്. തളിർത്ത വല്ലരിയേ, മുത്തുച്ചിറയിൽ വളർന്ന പൂമൊട്ടേ, ക്ലാരമഠത്തിൽ വിരിഞ്ഞ നറുമലരേ, പൂമുഖമാകെ നിറഞ്ഞ സുഗന്ധം നീ. കുടമാളൂരിൽ തളിർത്ത വല്ലരിയേ, മുത്തുച്ചിറയിൽ വളർന്ന പൂമൊട്ടേ, സുഗന്ധം നീ. വിശുദ്ധയാം അൽഫോൻസേ പ്രാർത്ഥിച്ചിടണമേ, ഭാരതമണ്ണിൻ യാചനകൾ പിന്നിലുയർത്തണമേ. വിശുദ്ധയാം അൽഫോൻസേ പ്രാർത്ഥിച്ചിടണമേ, ഭാരതമണ്ണിൻ യാചനകൾ പിന്നിലുയർത്തണമേ. അൽഫോൻസാമ്മയോട് പ്രാർത്ഥിച്ചിട്ട് എങ്ങനെയുണ്ട്? എൻ്റെ വിഷമങ്ങളെല്ലാം മാറി. ഇനി എല്ലാവരോടും ഞാൻ നന്നായി പെരുമാറും. അങ്ങനെയാ, അൽഫോൻസാമ്മയോട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയെല്ലാം കേൾക്കും. അടുത്തതായി വചനം പറയുന്നതിനായി ഷെറിനെ ക്ഷണിക്കുന്നു. മനുഷ്യർക്ക് വിജയം കർത്താവിന്റെ
വിശുദ്ധ റീത്ത എന്നിവരെ കുടുംബജീവിതം നയിച്ചു. വിശുദ്ധ റീത്തയുടെ ഭർത്താവ് എല്ലാ തരത്തിലും പാപത്തിലും ദുർമാർഗത്തിലും ജീവിച്ചു. പാപമാർഗത്തിൽ ജീവിച്ചു നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ഫലമായി മാനസാന്തരപ്പെടുകയും 2 കുട്ടികൾ ജനിക്കുകയും ചെയ്തു. പാപമാർഗത്തിൽ ജീവിച്ചപ്പോൾ തൻ്റെ കൂട്ടുകാരായിരുന്നവർ മാനസാന്തരപ്പെട്ടപ്പോൾ ശത്രുക്കളായി. അവർ ജീവിത പങ്കാളിയെ വധിച്ചു. അത് വിശുദ്ധ റീത്ത പുണ്യവതിയെ വേദനയിലേക്കും സഹനത്തിലേക്കും അവരോട് ക്ഷമിച്ച് വിശുദ്ധ റീത്ത മക്കളെ ദൈവസ്നേഹത്തിലും വളർത്താൻ വിശുദ്ധ റീത്ത പരിശ്രമിച്ചു. മക്കൾ വളർന്നു വന്നപ്പോൾ തങ്ങളുടെ പിതാവിനെ വധിച്ചവരോട് പകരം കിട്ടുമെന്ന് അറിഞ്ഞ വിശുദ്ധ റീത്തയോട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഓ ദിവ്യനാഥ, ഒന്നെങ്കിൽ എൻ്റെ മക്കളുടെ മനസ്സ് മാറ്റിത്തരിക, അല്ലെങ്കിൽ അവരുടെ ജീവൻ അങ്ങ് എടുത്തുകൊള്ളുക. അങ്ങനെ 2 കുട്ടികളും രോഗം വന്ന് മരിച്ചു. പിന്നീട് വിശുദ്ധ റീത്ത സന്യാസിനി മഠത്തിൽ ചേർന്ന് ഒരു സന്യാസിനി സ്ത്രീയായി ജീവിതകാലം കഴിച്ചു. രോഗികളെ സുഖപ്പെടുത്തുവാനുള്ള കഴിവ് വിശുദ്ധ റീത്തയ്ക്കുണ്ടായിരുന്നു. ക്ഷമയുടെ ഉത്തമ മാതൃകയാണ് വിശുദ്ധ റീത്ത പുണ്യവതി. മരിച്ചിട്ട് 63 വർഷം കഴിഞ്ഞെങ്കിലും ഇന്നും ആ ശരീരം കേടുകൂടാതെ ഇരിക്കുന്നു. മരണസമയത്ത് അവളെ ധരിപ്പിച്ച സഭാവസ്ത്രം ഇന്നും ഏതാനും കേടുകൂടാതെ സംഭവിച്ചിട്ടില്ല. വിശുദ്ധ റീത്തയുടെ തിരുനാൾ സഭയിൽ ആഘോഷിക്കുന്ന
लड़काए और सीटी बजाए, दिल धड़काए सीटी बजाए, बीच सड़क पे नखरे दिखाए सारे हो करके इशारे, हो लड़की हो लड़की ओ लड़की आंख मारे ओ लड़की आंख मारे ओ लड़की आंख मारे। जहाँ जहाँ जाऊँ मेरे पीछे पीछे आए, गली गली के आशिक तो वो मेरा होना चाहे। നിലവേ നിലവിലഴകെ താരമരികെ വിരിയും ചിരിയെ പാറി ഉയരാൻ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ താനെ മാറിയൻ ലോകവും നിന്റെ ഓർമ്മയാലേ നൂറു പൊൻകിനാവിന്നിതാ മിന്നി എന്നിലാകെ നീ തുവൽ പോലെ കാറ്റിൽ വന്നൻ നെഞ്ചിൽ തൊട്ടില്ലേ ജീവനെ. ഏറ്റവും പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും അൽഫോൻസാമ്മയുടെ തിരുനാൾ ആശംസകൾ. ഞാൻ ഇവിടെ നിൽക്കുന്നത് ഏതാനും വ്യക്തികൾക്ക് നന്ദി പറയാനാണ്. ആദ്യം ഞാൻ നന്ദി പറയുന്നത് സർവശക്തനായ ദൈവത്തോട് ഈ പരിപാടി ഇത്രയും ഭംഗിയായി തീർന്നതിന്. അടുത്തത് വികാരി അച്ഛന്, കാരണം ഈ പരിപാടി ഇത്രയും ഭംഗിയാക്കാൻ ആഴ്ചകളോളം ഫുൾ ഹെൽത്ത് ടൈം ഒക്കെ ചിലവഴിച്ചത്. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സ്കിറ്റ് സംവിധാനം സോങ്. താങ്ക് യു വെരി മച്ച് യുവർ വാല്യുബിൾ പ്രസൻസ് ആൻഡ് ഹെൽപ്പ്. അടുത്തതായി ഹെഡ്